നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന എനർജി എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് സമയം എങ്ങനെയാണെന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും നിങ്ങളിൽ നിന്നും ഇന്ന് മാറിപ്പോകാൻ പോകുന്ന സിറ്റുവേഷൻസുകൾ എന്തൊക്കെയാണെന്നും കൂടാതെ തന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണെങ്കിലും കരിയർ പാതയിലുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുമൊക്കെയാണ് നമ്മൾ ഡിവൈൻ മെസ്സേജ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല ഗുഡായിട്ടുള്ള ഏറ്റവും അക്യുറേറ്റ് ആകുന്ന ഒരു റീഡിങ്സ് ലഭിക്കത്തുള്ളൂ. അപ്പം പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി തന്നെ നിങ്ങൾ ഓരോ ദിവസവും റീഡിങ്സ് കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കമൻറ്റിൽ അഫർമേഷൻസ് എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മാസവും എത്രത്തോളം ഉയർച്ചയിലേക്ക് പോകണം, നിങ്ങളുടെ ബന്ധങ്ങളിൽ ഏതൊക്കെ രീതിയിലെ മാറ്റങ്ങൾ വരുത്തണം, അത് നിങ്ങളുടെ കരിയർ പാതയിലുള്ള ബന്ധങ്ങളിലായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ ബ്ലഡ് റിലേഷനെ ബേസ് ചെയ്തായിക്കോട്ടെ, പേരൻസിൻ്റെ എനർജിയെയും മക്കളുടെ എനർജിയെയും ഒക്കെ ബേസ് ചെയ്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ മാറേണ്ടത്, എത്രത്തോളം പോസിറ്റീവായിട്ട് വേണം നിങ്ങൾക്ക് ഓരോ ദിവസവും കടന്നു പോകാൻ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് നിങ്ങൾ കറൻറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിലാണ് അഫർമേഷൻസ് എഴുതേണ്ടത്. തീർച്ചയായിട്ടും എഴുതുക. ഓരോ മാസം നിങ്ങൾക്ക് കിട്ടേണ്ട ഫിനാൻഷ്യൽ എനർജിയെക്കുറിച്ച്, ഒരു മാസം എനിക്ക് ഇത്ര രൂപ ഇന്ന തീയതിക്കുള്ളിൽ ലഭിച്ചതിൽ 5 ലക്ഷമെങ്കിൽ 10 ലക്ഷമെങ്കിൽ അത് നിങ്ങൾക്കനുസരിച്ച്, സാലറി ആണെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചിങ് വരണോ, നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതിക്കോ. 100% നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നിങ്ങൾക്ക് അവിടെയൊക്കെ ഒരു മിറാക്കിൾ സംഭവിക്കുന്നത്. അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മാത്രമാണ് കേട്ടോ നമുക്ക് മാറ്റങ്ങൾ വരികയുള്ളൂ. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് ആകുന്ന ആ ഒരു എനർജിയും പുറത്തേക്ക് പോയി പോസിറ്റിവിറ്റി നിറയ്ക്കണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. നിങ്ങൾക്ക് താല്പര്യമില്ല, മടിയാണെങ്കിൽ നിങ്ങൾ ചെയ്യുകയും വേണ്ട. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്റ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ പോകാൻ ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഫലം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കഠിനാധ്വാനം ചെയ്യാത്തവർക്കൊന്നും ഒരിക്കലും ഒന്നും തന്നെ നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നും മനസ്സിലാക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക. നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ഡിവൈൻ മെസ്സേജാണ്. പ്രപഞ്ചശക്തിയോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നൽകുന്ന മറുപടിയാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങൾ കാര്യങ്ങളെ കാണുക. റൈറ്റ് ഹീലിംഗ് ചെയ്യുക, അഫർമേഷൻസുകൾ എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൽ എപ്പോഴും പറയുക. നെഗറ്റീവ് തോട്ട്സുകൾ വരുമ്പോൾ പെട്ടെന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. സഡൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. മറ്റുള്ളവരോടുള്ള വിദ്വേഷം, വൈരാഗ്യം, അതുപോലെ തന്നെ മനസ്സിലേറ്റിട്ടുള്ള മുറിവുകൾ, ഈ കഴിഞ്ഞു പോയതിനെ ഒന്നും നമ്മൾ പിടിച്ചു വലിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരരുത്. അത് നമ്മളെ ഡിപ്രഷനിലേക്ക് എത്തിക്കുമെന്ന് മനസ്സിലാക്കുക. ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ആൻസൈറ്റി പോലുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ ചെന്ന് എത്തുമെന്ന് മനസ്സിലാക്കുക. കറൻറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്യുക കേട്ടോ. കാരണം ഓവർ തിങ്കിങ് വരുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ച് നിങ്ങൾ ശരിക്കും ഒന്ന് മാറാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പാർട്ട്ണറിനെ കുറിച്ച് സംശയദൃഷ്ടിയോടുള്ള വാക്കുകൾ, പ്രവർത്തികൾ, ചിന്തകൾ എല്ലാം നമ്മൾ എടുത്തു മാറ്റണം കേട്ടോ. പിന്നെ അഫർമേഷൻസ് എഴുതുമ്പം എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നിങ്ങളുടെ മക്കളുടെ മാറ്റങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. പരീക്ഷ പാസ്സാവാൻ, ജോലി ലഭിക്കാൻ, വിവാഹ തടസ്സം മാറിക്കിട്ടാൻ, ഹസ്ബൻഡിൻ്റെ മദ്യപാനം, അങ്ങനെയുള്ള ദുശീലങ്ങളെല്ലാം മാറി വരാനും നിങ്ങൾ അഫർമേഷൻസ് എഴുതിയാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ വൈഫ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്, ലൈഫിൽ എത്ര സന്തോഷം വേണം, നിങ്ങൾ എഴുതിയാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു നിരാശയുടെ സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട പോലുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്ന കുറച്ച് ആളുകളുടെ എനർജി കേട്ടോ. ഒരു ഇമോഷണൽ ഇംബാലൻസിങ്, അതായത് ഇമോഷണലി സാറ്റിസ്ഫൈഡ് അല്ല, ഭയങ്കര ഒരു നിരാശ കയറി നിങ്ങളെ പൊതിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണുന്നു. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ
മാറ്റങ്ങളുണ്ട്. പക്ഷെ നിങ്ങളത് കാണുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ എനർജി കേട്ടോ. കാരണം എവിടേക്കോ സംഭവിച്ചു പോയ നഷ്ടങ്ങളെ നിങ്ങൾ ഓർത്ത് നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ ശക്തമായിട്ട് നിരാശ ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്ന ഒരു പെയിനായിരിക്കാം ആ ഒരു നിരാശ. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലെങ്കിലും മനസ്സിനകത്ത് വല്ലാത്തൊരു സങ്കടം, കരയാൻ തോന്നുന്നൊരു ഫീലിങ്സ്, വല്ലാത്ത ഒരു മടുപ്പ്, ഒരു തളർച്ച, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയിൽ ഇമോഷണൽ ഇംബാലൻസിങ്ങിൻ്റെ ഒരു ഫീലിങ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് ആളുകളുടെ എനർജികളിൽ. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആ ഒരു എനർജിയിൽ നിന്ന് മറികടക്കാനുള്ള ഒരു സമയമായിട്ട് കാണണം. കാരണം നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ല, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല സിറ്റുവേഷൻസുകൾ, നിങ്ങൾക്ക് വന്ന് നിൽക്കുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി മൊമെൻറ്റ്സ് ലഭിക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊന്നും നിങ്ങൾ കാണാതെ സ്വയം നിങ്ങളൊന്ന് ദുഃഖിച്ച് നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു മടുപ്പ് കൂടി, ഒരു വിരക്തി ഫീലിങ്സിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ആരുടെയൊക്കെയോ ലൈഫിൽ ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്രാജഡി നേരിട്ടതായിട്ട് കാണുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി നിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു വീഴ്ച, ഒരു നഷ്ടം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ട്. ആ ഒരു നിരാശ നിങ്ങളെ വല്ലാതെ പൊതിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് അത് പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരവസ്ഥയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അതൊരു റിലേഷൻഷിപ്പിനെയോ ഭാര്യ-ഭർതൃ ബന്ധത്തെ ഒരു പക്ഷേ ഡിവോഴ്സൊക്കെ ആയി കാണാനും സാധ്യതയുണ്ടല്ലോ മക്കളെ. ചിലരുടെ എനർജികളിൽ നിങ്ങൾ വേർപിരിഞ്ഞ സിറ്റുവേഷൻസ്, അതായത് ആ ബന്ധങ്ങൾ അവസാനിച്ചു എന്നുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് കേട്ടോ. നല്ലൊരു പാർട്ട്ണർഷിപ്പ് എനർജിയിൽ പോകേണ്ടിയിരുന്ന ബന്ധം വീഴ്ചയിലേക്ക് പോയതായിട്ട് കാണുന്നു. ചില വേർപിരിഞ്ഞ ഒരു സിറ്റുവേഷൻസാണ് കേട്ടോ. പക്ഷെ നമുക്കിതിനകത്ത് എനർജിയിൽ നൽകിയിരിക്കുന്ന നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, സമയം തിരിഞ്ഞു വരും. അതായത് കാലം ചേഞ്ച് ആകുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരിക്കലും ആ ഒരു എന്താ പറയുക നിരാശ എനർജിയിൽ നിൽക്കണ്ട കേട്ടോ. പുറത്ത് കടക്കണം, റൈറ്റ്, ഹീലിംഗ് ചെയ്യുക, അഫർമേഷൻസ് എഴുതുക, നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. ഒരു പക്ഷേ കൂട്ടുകാരോടൊത്തൊരു ട്രാവലിംഗ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നവരുമായിട്ടൊക്കെ കുറച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം ചില നഷ്ടങ്ങളൊക്കെ നമുക്ക് മറ്റ് ചില കാര്യങ്ങൾക്ക് ഒരു ആവശ്യങ്ങൾ, മറ്റു ചില കാര്യങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചിലതെല്ലാം ഒരു പരീക്ഷണം പോലെ, ഒരു സെപ്പറേഷൻ പീരീഡിൻ്റെ ടൈമിൽ വേർപിരിഞ്ഞ് നിൽക്കേണ്ട ചില സമയങ്ങളിൽ സംഭവിക്കുന്നതാണ്. അത് കഴിയുമ്പോൾ മാറ്റമുണ്ട്. അതായത് നിങ്ങൾക്ക് ഹാപ്പിനെസ്സിനുള്ള സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ നമുക്കിവിടെ പിന്നെ വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ. തുടർന്ന് തന്നെ നമുക്കൊരു സാമ്പത്തികം, ഒരു ലേഡി പ്രസൻസിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഫിനാൻഷ്യൽ ലോസോ മൈൻഡ് ലോസോ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു ലേഡിയുടെ പ്രസൻസാണ് അതിന് കാരണമാകുന്നത്. അതായത് ലൈഫിലൊരു വെല്ലുവിളി പോലെ നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അവിടെയും ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു ഉത്കണ്ഠയുടെ ഒരു ആൻസൈറ്റി എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. സമയം മോശമാണെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നല്ല രീതിയിൽ മണി അഫർമേഷൻസുകൾ ചൊല്ലുക, അതുപോലെ തന്നെ വരാഹി ദേവിയുടെ മന്ത്രം ചൊല്ലുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മനസ്സിനകത്ത് ഉത്കണ്ഠ നിറയ്ക്കാതെ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് പോകരുത്. ഒരു പക്ഷേ ഒരു ലേഡിയുടെ ഒരു പ്രൗഡായ ഒരു എന്താ പറയുക ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഇച്ചിരി പവർഫുള്ളായ ഒരു ലേഡിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് ഫിനാൻഷ്യലി പരമാകുന്ന ഒരു ബ്ലോക്കേജോ അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരിൽ നിന്ന് നമുക്കൊരു നെഗറ്റീവ് പ്രസൻസ് നേരിടേണ്ടി വരുന്നുണ്ട്. അതും ഇമോഷണൽ പരമാകുന്ന ഒരു മോശം സമയത്തിൻ്റെ പ്രസൻസാണ് കാണുന്നത്. 3 എനർജിയുടെ പ്രസൻസാണ് കേട്ടോ. കാർമിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻസാണ്. ആ ഒരു ലേഡിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നത്, ആ ഒരു ലേഡി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാർമിക് എനർജിയിൽപ്പെട്ട, കാർമിക് ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. കാരണം നമ്മുടെ യാത്രകളിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തികൾ ഒരു പക്ഷേ പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ശത്രു
ശത്രുക്കളായിരുന്നവർ, നമ്മൾ ശത്രുതയോടുകൂടി പെരുമാറിയിട്ടുള്ളവർ, നമ്മളോട് തിരിച്ച് പകരം ചോദിക്കാൻ വരുന്നവർ, അങ്ങനെയൊക്കെയുള്ള കുറേ സിറ്റുവേഷൻസുകളുണ്ട് കേട്ടോ നമ്മുടെ ഈ ജീവിത യാത്രയിൽ. നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലും കഴിഞ്ഞ ജന്മങ്ങളിലും ഒക്കെ ചെയ്ത ചില വ്യക്തികളെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. ഇതതുപോലെ തന്നെ ഒരു കാർമിക്കാണ്. നിങ്ങളുമായിട്ട് യാതൊരുവിധ പരിചയമോ ബന്ധമോ ഇല്ലെങ്കിലും നിങ്ങളുടെ സോൾ കണക്ഷൻസ് ബേസ് ചെയ്ത് ഒരു കാർമിക്കാണ്. ഒരു പാസ്റ്റ് ലൈഫിലെ എനർജി ബേസ് ആണ് കേട്ടോ. ഒരു ശത്രുതയുടെയും അവരുടെ ഒരു മുൻകൈ എടുത്തൊരു ബ്ലോക്കേജ് വരുത്തുന്നതിൻ്റെയും കാരണമാകുന്നത് എന്താണെങ്കിലും ഏസ് ഓഫ് ഫണ്ട്സിൻ്റെ എനർജി ഉണ്ട്. എല്ലാത്തിനെയും പ്രതിരോധിച്ച് പുതിയൊരു തുടക്കം നടത്താൻ പറ്റും കേട്ടോ. ചിലരെ സംബന്ധിച്ച് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അഫർമേഷൻസും മാനിഫെസ്റ്റേഷൻസൊക്കെ ആത്മാർത്ഥമായിട്ട് എഴുതുന്നവരുടെ ജീവിതത്തിൽ പുതിയ ഒരു പുലരിയാണ് കേട്ടോ. പുതിയൊരു സ്റ്റാർട്ടിങ് എനർജി വരുന്നുണ്ട്. പുതിയൊരു സിറ്റുവേഷൻസ്, പുതിയൊരു കാലഘട്ടം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം ഇന്നു മുതൽ തുറന്ന് നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഫാമിലിപരമാകുന്ന ബന്ധങ്ങളിലൊക്കെ നല്ലൊരു പോസിറ്റിവിറ്റി നിറയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഫാമിലിയിലൊക്കെ നല്ലൊരു ഹാപ്പിനെസ്, പേരൻസുമായിട്ടൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങൾ, സാമ്പത്തികപരമായിട്ട് ഫാമിലീനെയൊക്കെ ഒന്ന് സഹായിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസുകൾ, അങ്ങനെ വളരെ പോസിറ്റീവ് ആകുന്ന ചില നിമിഷങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു എനർജിയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുകയാണ് കേട്ടോ. അതൊരു പക്ഷേ ജോലി ഇല്ലയെന്നൊക്കെ ഓർത്തും എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഓർത്തൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നിന്നവർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, കരിയർ പാതയിലൊക്കെ നല്ലൊരു അവസരം വന്നു ചേരുന്നുണ്ട്. അതുപോലെ പുതിയ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറുകിട ബിസിനസ് ആണെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മാർഗം തുറന്നു വരുന്നതായിട്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ഒരു റീയൂണിയൻ പ്രസൻസ് ചിലരുടെ എനർജിയിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ പാസ്റ്റിൽ ചില ഫ്രണ്ട്ഷിപ്പൊക്കെ വിട്ടുപിരിഞ്ഞു പോയവരാണെങ്കിൽ നിങ്ങളുടെ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ട്, നിങ്ങളെടുത്ത ഒരു റിസ്കിൻ്റെ ഫലമായിട്ട് ആ ഒരു ബന്ധങ്ങളിലൊക്കെ ഒരു ദൃഢത വരുന്നു, ഒരു റീയൂണിയൻ പ്രസൻസ് വരുന്നതായിട്ട് കാണുന്നു. ചിലർക്ക് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് ഇന്നത്തെ ദിവസം ഒരു റീയൂണിയൻ എനർജി ഉണ്ട്. നിങ്ങൾ വിചാരിച്ച വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു ഇട വരുത്തുന്നുണ്ട്. അതുപോലെ നിങ്ങളിൽ നിന്ന് മാറി നിന്ന ചില ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നു. എന്താണെങ്കിലും ഒരു പവർഫുള്ളായ, അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് നല്ലൊരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന രീതിയിലുള്ള ചില മൂമെൻറ്റ്സ്, ചില ബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കണം, പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ ഒക്കെ ആഗ്രഹമുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു നിരാശയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ, ഒന്നും എത്ര ചെയ്തിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുന്നില്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിൽ, എത്ര കൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാതെ ഒരു ബ്ലോക്കിംഗ് എനർജിയിലും, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും നിങ്ങളിലേക്ക് വരാതെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള ഒരു നിരാശ, അതായത് നമുക്ക് സംതൃപ്തിപ്പെടാത്ത ചില കാര്യങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് നിങ്ങളുടെ ആ ഒരു സ്വപ്നം, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ നിരാശയുടെ ഒരു എനർജി, ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി, അതുപോലെ തന്നെ വല്ലാത്ത ഒരു ഭയമൊക്കെ നിങ്ങളിൽ കുറച്ച് ആളുകളിൽ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, അതിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇനിയിപ്പോൾ ഒരു സ്ഥലം വാങ്ങാനായിക്കോട്ടെ, വീട് വെക്കാനായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്നതായിക്കോട്ടെ, പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനായിട്ട് ഇറങ്ങുന്നതായിക്കോട്ടെ, വിവാഹം പോലുള്ളൊരു കാര്യങ്ങളെ ബേസ് ചെയ്തുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതായിക്കോട്ടെ, ബിസിനസ്സുകൾ ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ആഗ്രഹത്തെ ഫോക്കസ് ചെയ്ത് അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമ്പോഴും നിങ്ങളുടെ ഉള്ളിലൊരു ഭയമുണ്ട്, അതിനെ ഏത് രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകും, അതിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ലൈഫിൽ വരുമോ, തടസ്സങ്ങൾ ഉണ്ടാകുമോ, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു സമാധാനക്കുറവും നിങ്ങളുടെ മനസ്സിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരവസ്ഥയിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത്.
മനസ്സിൽ എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ആഗ്രഹിച്ച് അത് നേടിയെടുക്കാനുള്ള എല്ലാ വഴികളും തെളിയുമ്പം നിങ്ങളുടെ ഉള്ളിൽ ഭയം നിഴലിക്കുന്നതായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും അതൊക്കെ വിട്ട് കളയുക കേട്ടോ. ലൈഫിൽ വിജയമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുക, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ജന്മം ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആഗ്രഹം, മറ്റുള്ളവരെ ഒന്നും നോക്കണ്ട. നമുക്ക് എങ്ങനെയാണോ ജീവിക്കേണ്ടത് നമ്മളെ മാത്രം എക്സ്പെക്റ്റേഷൻ ചെയ്യുക. നമ്മളിൽ ഒരു പ്രതീക്ഷ കൊടുത്ത് നമുക്ക് വേണ്ടത് എപ്പോഴും ഊർജ്ജങ്ങൾ സംഭരിച്ചു കൊടുത്ത് നമ്മളെപ്പോഴും പോസിറ്റീവ് ചിന്തയിലൂടെ ഹാപ്പിനെസ്സിലൂടെയും പൊയ്ക്കൊള്ളുക. അത് നമുക്ക് കൂടെ ഉള്ളവർക്കെല്ലാം അത് എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കടന്നു പോകാൻ അവർക്കും സാധിച്ചു കൊള്ളും. അതേസമയം നമ്മൾ ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രതീക്ഷകളുമില്ല, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു വിശ്വാസവുമില്ല, എല്ലാം സംശയദൃഷ്ടിയോടുകൂടി നോക്കി എല്ലാവരെയും സംശയദൃഷ്ടിയോടുകൂടിയൊക്കെ നോക്കാൻ നിന്നാൽ നമ്മളുടെ തലമുറയ്ക്കും അതേ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു കുന്നിനൊരു കുഴിയുണ്ട്, ഒരു കുഴിക്കൊരു കുന്നുണ്ട് എന്ന് ചിന്തിക്കുക. ഒന്ന് വീണാലും കുറേ ദൂരവും കൂടി പിന്നെ നമുക്ക് നടക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക. വീഴ്ചകൾ ഉണ്ടാകുമ്പോഴാണ് വിജയത്തെ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ചിന്തിക്കുക. ഭയത്തെ എടുത്ത് മാറ്റിക്കളയുക കേട്ടോ. ഒന്നിനെയും പേടിക്കരുത്. പേടിയും ഓവർ തിങ്കിങ്ങും നമ്മളെ പിടികൂടിയാൽ പിന്നെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മളുടെ കഴിവ് പോലും നമ്മൾക്ക് അറിയാനും സാധിക്കില്ല കേട്ടോ. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കരിയർ പരമാകുന്ന ചില കാര്യങ്ങളിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുക്കണം എന്നാണ് കാണുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് വാൻസ്, ക്യൂൻ ഓഫ് സോഴ്സ്, ദ ഹൈ പ്രീസ്റ്റസ്, 3 എനർജികൾ കണക്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിൻ്റെ ഒരു പവർഫുള്ള് ദിവസമാണ് കേട്ടോ. അതായത് നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. നമ്മൾ ഒരു കൈകൊണ്ട് സ്നേഹിക്കുകയും മറു കൈകൊണ്ട് ആക്ഷൻ എടുക്കുകയും ചെയ്യേണ്ട ദിവസമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു ബ്ലോക്കേജോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ആരെങ്കിലും ഒന്ന് കളിപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ചീറ്റിംഗ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. വളരെയധികം ആക്ഷൻ ഈക്വലായിട്ട് പോസിറ്റീവായിട്ടൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് കരിയർ പാതയിലൊക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് വളരെ ശക്തമാകുന്ന ചില ആക്ഷനുകൾ ഇന്ന് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. അതുപോലെ നിയമപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു നിരാശ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു നിരാശയിൽ നിന്നും നിങ്ങൾക്ക് ശക്തമായിട്ട് പുറത്തു വരാൻ സാധിക്കും. ആ ഒരു നിരാശയിൽ നിന്നും നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരു പക്ഷേ ഇന്ന് ചിലർ നിയമപരമാകുന്ന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു മധ്യസ്ഥത, നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു മധ്യസ്ഥത ഇന്ന് നടത്തേണ്ടി വരുന്നുണ്ട്. അതും നിങ്ങൾ വളരെ സത്യസന്ധതയോടുകൂടി ചെയ്യണം. അതല്ലെങ്കിൽ അത് നിങ്ങളിൽ കൂടി നിരാശ ബാധിക്കുകയും കുറ്റബോധത്തോടു കൂടി നിങ്ങൾ നിൽക്കേണ്ടി വരികയും ചെയ്യുന്നൊരു സിറ്റുവേഷൻസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ്, ടീച്ചിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം ഇന്നത്തെ ദിവസം വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായിട്ടും ബ്ലോക്കേജ് ആയിട്ടൊക്കെ നിന്ന ചില കാര്യങ്ങൾ അവസാനിക്കുന്നുണ്ട് കേട്ടോ. ടീച്ചിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധങ്ങളിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽപരമാകുന്ന രീതിയിലോ ഒക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടന്ന് നല്ല ഒരു ഊർജ്ജസ്വല, അതായത് നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് എനർജിയിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഒരു കാത്തിരിപ്പിന് സമാപനം കുറിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു ഇംബാലൻസിങ് എനർജി അല്ലെങ്കിൽ ഒരു ലോസ് എനർജി നിങ്ങൾ ആരെങ്കിലും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രതിസന്ധി അവസാനിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തായിരുന്നു തടസ്സം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി അതിന് തുടർന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. മെയിനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ
ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ, ലൈഫിൽ മുന്നോട്ടേക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിന്ന വ്യക്തികൾക്ക് നല്ലൊരു തീരുമാനം, സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരു കൺഫ്യൂഷൻ, അത് മുന്നോട്ടേക്ക് ചിലപ്പോൾ ഒരു സെക്കൻഡ് മാരേജിനെ ബേസ് ചെയ്തൊക്കെ കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു പ്രതിസന്ധിയൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യം, മാരേജിനെ ബേസ് ചെയ്തുള്ള ബ്ലോക്കേജുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ മക്കളുടേതുമാവാം. നിങ്ങൾ പ്രാർത്ഥനയുടെ ഫലമെന്ന പോലെ ആ ഒരു ഇംബാലൻസിങ്, ആ ഒരു ബാലൻസ് ഇല്ലായ്മയിൽ നിന്നും ചേഞ്ച് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പുതിയ പ്രണയങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പുതിയ വ്യക്തിബന്ധങ്ങൾ, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ചില വ്യക്തിബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങൾ, അത് ഒരു പക്ഷേ ഒരു ട്രാവലിംഗ് ആവാം, ജീവിത പുരോഗതിയെ സംബന്ധിക്കുന്ന കാര്യമാവാം, സാമ്പത്തികമാവാം. നിങ്ങൾ വളരെയധികം കാത്തിരുന്ന, ഫോക്കസ് ചെയ്തിരുന്ന, മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണുന്നു. ദ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇമോഷണൽ അബണ്ടൻസ് ആണ് കേട്ടോ. ഏസ് ഓഫ് സോഴ്സ് ആണ് നമുക്ക് ഇത് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക്. ഒരു പുതിയ തുടക്കങ്ങളുണ്ട് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ തന്നെ ചില പുതിയ പുതിയ തുടക്കങ്ങൾ, നിങ്ങൾക്ക് പുതിയ മാറ്റങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ തിരിച്ചറിവുകൾ, ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇമോഷണൽ ബാലൻസിലേക്കൊക്കെ വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് പൊട്ടത്തരങ്ങളൊക്കെ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്ത് നടന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പേഴ്സണാലിറ്റിയിൽ പോലും നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരുന്നു. അതെല്ലാം നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചാണ് കേട്ടോ. നിങ്ങൾ ഇത്രയും കാലത്ത് നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ വെച്ച് നിങ്ങളിലേക്കൊരു മാറ്റം നിങ്ങളുടെ സോളിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏഞ്ചൽസ് മെസ്സേജ് ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങളിൽ ചില ആളുകൾക്ക് കാര്യതടസ്സങ്ങൾ, മോശം സമയമൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ആളുകളെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ചില അഡിക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. റൂട്ട് ചക്ര ബ്ലോക്കേജ് ഉണ്ട് കേട്ടോ. സാമ്പത്തികപരമായിട്ടും ഹെൽത്ത് പരമായിട്ടും ബന്ധങ്ങളിലുമെല്ലാം തടസ്സങ്ങൾ, വിഘ്നങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരുന്ന ഏതാനും സമയങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻസ്, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, തടസ്സങ്ങൾ, ശത്രുദോഷങ്ങൾ, ഒറ്റപ്പെടലുകൾ, അവഗണിക്കപ്പെടുന്ന സിറ്റുവേഷൻസുകൾ, സാമ്പത്തികപരമായ ലോസ്, ഫിനാൻഷ്യൽ, അതുപോലെ ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങൾ, മാനസികപരമായിട്ടൊക്കെ തകരുമ്പോൾ നമ്മൾക്ക് ഹെൽത്ത് ഇഷ്യൂയിലേക്കൊക്കെ പോകുമല്ലോ. അതിൽ നിന്നെല്ലാം ഒരു ചേഞ്ചിങ് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എസ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ്. അതായത് ബന്ധങ്ങളിൽ ഒരു പൂർണ്ണത വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. റിമൈനിങ് പോസിറ്റീവ് എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവായി തുടരുക. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യത്തിൻ്റെ പിന്നാലെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരിക്കലും മടുത്ത്, അതായത് എനിക്ക് സാധ്യമല്ല എന്ന് ചിന്തിച്ച് പിന്മാറണ്ട. ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്കത് റെസനേറ്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില ഹാർട്ട് ബ്രോക്കൺസുകൾ, ഒറ്റപ്പെടലുകൾ, കൺഫ്യൂസ്ഡ് എനർജിയൊക്കെ നിങ്ങൾക്ക് മാറും. അവിടെയും എസ് കാർഡാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ മുന്നോട്ടേക്ക് സാധിക്കും. നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ വെല്ലുവിളികൾ, നിങ്ങളുടെ സാഹചര്യം മോശമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെല്ലാം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കുന്നു കേട്ടോ.